ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട്ടെ പന്തീരാങ്കാവ് സംഭവത്തിലേക്കാണ്. മറ്റു വാർത്തകൾക്ക് മുൻപ് കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിന് ഭർത്താവിന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ പന്തീരാങ്കാവ് പോലീസിനെതിരെ ഗുരുതര പരാതിയുമായി യുവതിയുടെ കുടുംബം കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന മൊഴി മുഖവിലക്കെടുത്തില്ലെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കഴുത്തിൽ കേബിൾ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും ക്രൂരമർദ്ദനത്തിനിരയായെന്നുമാണ് യുവതി പന്തീരാങ്കാവ് പോലീസിന് മൊഴി നൽകിയത്. ഈ മൊഴി പോലീസ് ലാഘവത്തോടെ കണ്ടെന്നാണ് ആരോപണം. ദേഹത്തെ പരിക്കുകളും പരിശോധിച്ചില്ല. പ്രതി രാഹുലിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും ചോദ്യം ചെയ്യാതെ വിട്ടയച്ചെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുണ്ട്. സ്റ്റേഷനിൽ മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നെന്നും യുവതിയുടെ പിതാവ്. ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്ത ഇവന് റിമാൻഡ് ചെയ്യാൻ പോലും സാധിച്ചില്ല എന്നുള്ളത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാൻ ചോദിക്കുകയും ചെയ്തു CIനോട്, എന്തുകൊണ്ടാണ് റിമാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ റിമാൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നിയമ നടപടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയൂ എന്നാണ്. രാഹുലിനെയും മാതാവിനെയും സഹോദരിയെയും എതിർകക്ഷികളാക്കിയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി. ഗാർഹിക പീഡന പരാതിയായതുകൊണ്ട് SP-യുടെ നിർദ്ദേശമില്ലാതെ അറസ്റ്റ് ചെയ്യാനാവില്ലെന്നാണ് പന്തീരാങ്കാവ് പോലീസിന്റെ നിലപാട്. 24 കൊച്ചി. ആ വിഷയത്തിൽ ഇപ്പോൾ അപ്ഡേഷൻ എന്താണെന്നറിയോ? കോഴിക്കോട് പന്തീരാങ്കാവിലെ നവവധുവിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറെടുക്കുന്നു. പരാതിക്കാരിയെ പരിശോധിച്ച് ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനം അതിനുശേഷമെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയായ ഭർത്താവിനെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ ചേർത്തില്ല എന്ന് യുവതിയുടെ ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. ഇപ്പോൾ അതിക്രൂരമായ മർദ്ദനം പറ്റും. പക്ഷേ വിസ്മയ ഒക്കെ സംഭവിച്ചേക്കാവുന്ന സംഭവം ഉണ്ടായേക്കാവുന്ന സംഭവത്തിൽ നേരിയ തോതിൽ രക്ഷപ്പെട്ടു എന്നേ പറയേണ്ടതുള്ളൂ. ഇപ്പോൾ ആ കുട്ടി നമ്മുടെ വിനിത വിജിക്കൊപ്പം ചേരുന്നുണ്ട്. വിനിതയിലേക്ക്. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ ആ പെൺകുട്ടി അവരിപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്, 24നോടൊപ്പം ചേരുകയാണ്. അവർ വലിയ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ തന്നെയാണ് അവർ നേരിട്ടത്. അവരവരുടെ അനുഭവം അവർക്ക് എന്താണ് ഈ ഒരു ഘട്ടത്തിൽ? കല്യാണം കഴിഞ്ഞ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്? ഹെൽത്ത് ഓക്കെ അല്ല. ഞാൻ നല്ല പെയിനുണ്ട് എനിക്ക്. തലയ്ക്ക് കുറേ ഇടി കൊണ്ടിട്ടുണ്ട് എനിക്ക്. ശരീരം മൊത്തം വയറ്റ് വരെ. പിന്നെ എനിക്ക് ഭക്ഷണമൊന്നും വരെ കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം ചവയ്ക്കുമ്പോഴത്തേനും തല നന്നായിട്ട് വിങ്ങുന്നുണ്ട് എനിക്ക്. ഓക്കെ ആകും, കുറച്ച് ടൈം എടുക്കും എന്തായാലും. സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു? സ്ത്രീധനം കുറഞ്ഞു പോയി. പുള്ളി അതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാറ്, അതൊക്കെ പുള്ളി ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് എനിക്കെപ്പോൾ തരും എന്നുള്ള രീതിയിലായിരുന്നു തർക്കമെന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ ദിവസം മുതൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അതോ ഈ പറഞ്ഞതുപോലെ ഇവർ വീട്ടിലേക്ക് വന്നപ്പോഴാണോ, അതിൻ്റെ തലേദിവസമാണോ ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്? അതായത് മർദ്ദനം എനിക്ക് ഏറ്റത് ഈ എൻ്റെ വീട്ടുകാർ വരുന്നതിൻ്റെ ആ ഒരു വെളുപ്പിനായിരുന്നു. 11-ാം തീയതി ഒരു മണിക്ക് ശേഷമാണ് ഞങ്ങളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ബീച്ചിൽ പോയായിരുന്നു. ബീച്ചിൽ പോയി വന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഈ തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ അന്നേ ദിവസം രാവിലെ രാഹുലിൻ്റെ അമ്മയായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം കഴിഞ്ഞിട്ട് അതും ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു. അമ്മ എന്നോട് സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ള പേരിൽ വെച്ചിട്ട് കിച്ചണിൽ വെച്ചിട്ട് എപ്പോഴും എൻ്റെ മകൻ ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ടെന്നുള്ള പേരിൽ എന്നോട് ഉള്ളൊരു സംഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ അമ്മയും മകനും ചേർന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് രാഹുലിനോട് ചോദിച്ചു, എന്താ അമ്മ പറഞ്ഞത്? അപ്പോൾ നീ അത് തൽക്കാലത്തേക്ക് അറിയണ്ട എന്നുള്ള രീതിയിലാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ അവിടെ തൊട്ടടുത്തുള്ളൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൊക്കെ ഒരുമാതിരി റെഡിഷ്, അങ്ങനെ ഒരു വല്ലാത്തൊരു ലുക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിച്ചിട്ടുണ്ടല്ലോ, പുള്ളിക്ക് അപ്പോൾ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിച്ചോളുണ്ട്, നമുക്കധികം ഡ്രൈവ് ചെയ്യണ്ട. പക്ഷെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പുള്ളി ഡ്രൈവ് ചെയ്തത്. അതായത് ഒരു ബൈക്ക് ചെറുതായിട്ടൊന്ന് സ്കിഡായ പോലും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി മദ്യമല്ല. ഞാൻ ആദ്യം വിചാരിച്ച മദ്യമാണ് കഴിച്ചേക്കണമെന്നാണ്. പക്ഷെ മദ്യം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മദ്യം കഴിച്ച ഒരാൾക്ക് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുള്ളതായിട്ടൊരു സംശയമാണ്. അതെ, എനിക്ക് അതിൽ കൂടി എന്തെങ്കിലും ലഹരി കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അന്നേ ദിവസം ബീച്ചിൽ കൊണ്ടുപോയിട്ട് പുള്ളി ആദ്യം സംസാരിച്ചത് അമ്മയെക്കുറിച്ചാണ്. അമ്മയോട് നീ എന്താ സംസാരിക്കാത്തതെന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലായി അന്ന് രാവിലെ നടന്ന എന്തോ ഒരു ഡിസ്കഷൻ്റെ പേരിൽ പുള്ളിയുടെ മനസ്സിൽ എന്തോ കയറിയിട്ടുണ്ട്. അമ്മ എന്തോ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആളെ. അപ്പോൾ ആ ഒരു ബീച്ചിൽ ആ ഒരു തർക്കം കഴിഞ്ഞിട്ടാണ് നമ്മൾ, വലിയ തർക്കമൊന്നും ഉണ്ടായില്ല, ചെറിയൊരു പിണക്കം കഴിഞ്ഞിട്ടാണ് നമ്മൾ മർദ്ദിക്കുന്നത് വീട്ടിൽ വന്നതിന് ശേഷമാണ്. അതും എനിക്ക് ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നുള്ള രീതിയിൽ അതെപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ നമ്മളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടല്ലേ ഈ നെറ്റിയിലൊക്കെ ഇത് മർദ്ദനത്തിൻ്റെ
ആ നെറ്റിയിൽ, അതായത് മുഷ്ടി വെച്ചിട്ട്, കൈമുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഇവിടെ 3 സൈഡിൽ, തലയുടെ ഇവിടെ സൈഡിൽ ഇടിച്ചു, പിന്നെ ബാക്കിൽ ഇടിച്ചു, പിന്നെ നെറ്റിയുടെ ഇവിടെ ആ മുഷ്ടി വെച്ചിട്ട് തന്നെ ഇടിച്ചു, പിന്നെ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയായിരുന്നു എന്നെ. പിന്നെ എന്താണ് കുരിശ് നിർത്തിയിട്ട് പുറത്ത് ഇടിച്ചായിരുന്നു. പിന്നെ ബഹളമൊക്കെ നടക്കുമ്പോൾ വീട്ടിൽ ഈ അമ്മയോ അല്ലെങ്കിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല? നിങ്ങൾ ഈ ബഹളവും നിങ്ങളുടെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകുമ്പോൾ, മർദ്ദനം നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ ആകെ ഉള്ളത് അമ്മയും പിന്നെ ചേച്ചിയും രാഹുലിൻ്റെ ഫ്രണ്ട് രാജേഷുമാണ്. അപ്പം അമ്മയും ചേച്ചിയും താഴെയാണ്. അവർ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. മർദ്ദിക്കുന്നതിലൊന്നും ഇടപെടാനോ അല്ലെങ്കിൽ തടയാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, ആരും ശ്രമിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ നല്ല ഒച്ച ഉണ്ടാക്കിയാണ് കരഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ടും തൊട്ടപ്പുറത്തെ റൂമിൽ രാജേഷ് അത് കേൾക്കേണ്ടതായിരുന്നു. മാത്രമല്ല, മർദ്ദിക്കുന്ന സമയത്ത് ആരോ കയറി വരുന്ന സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. അത് പുള്ളിയും ആ സമയത്ത് പറഞ്ഞു, ആരോ കയറി വരുന്നുണ്ട്, ഒച്ച ഉണ്ടാക്കല്ലേ എന്ന്. പിന്നെ കുറച്ച് നേരത്തേപ്പോഴത്തേക്കും ആ സൗണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് താഴെ നിന്ന് ആരോ സ്റ്റെയർ കയറി മേളിൽ വന്നതാണ്. പക്ഷേ റൂമിലേക്ക് തട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. കേബിൾ കഴുത്തിൽ മുറുക്കിയിട്ടാണ് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത്? കേബിൾ, അതെ, ചാർജറിൻ്റെ കേബിള് കഴുത്തിൽ മുറുക്കിയിട്ട് കൊല്ലും, എനിക്കത് എപ്പോൾ തിരിച്ചു തരും, എനിക്കത് കിട്ടണം എന്നുള്ള രീതിയിലാണ്, തന്നില്ലെങ്കിൽ കൊല്ലും, ഇനിയും കൊല്ലും എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചതെന്ന്. വീട്ടിൽ നിന്ന് ആളുകൾ വരുമ്പോൾ ഇവരിപ്പോൾ പാരൻസൊക്കെ വീട്ടിൽ നിന്ന് കാണാൻ വന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? പാരൻസ് അന്നേ ദിവസം രാവിലെ പുലർച്ചെ ഒരു 12 മണിക്ക് ശേഷമാണ് അവർ രാഹുലിൻ്റെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളാണല്ലോ അവരെ സ്വീകരിക്കാനായിട്ട് എത്തേണ്ടത്. ആ സമയത്തൊന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, റൂമിലായിരുന്നു. ഞാൻ എണീറ്റ് തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ്. പിന്നെ എനിക്ക് പറ്റാവുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ താഴെ വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുഖം ഭയങ്കര വികൃതമായിരുന്നു. ഇതുപോലൊന്നും ആയിരുന്നില്ല, നന്നായിട്ട് മുഴച്ചിട്ടിരിക്കുകയായിരുന്നു. മൂക്കിൽ നിന്ന് ആ ബ്ലഡിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇട്ടിരുന്നത് വേറെ മൂക്കുത്തിയായിരുന്നു, അത് ഒടിഞ്ഞിട്ടാണ് പുതിയ ഇപ്പോൾ മൂക്കുത്തി ഇട്ടത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോഴും ഉണ്ട് ആ പാട്, ഉണ്ട്, ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായ പാടുണ്ട് ഇവിടെ മൂക്കി മുറിഞ്ഞതിൻ്റെ. അപ്പോൾ ഞാൻ ആ സമയത്ത് അവരോട് പറഞ്ഞത്, അപ്പോൾ അവർ കണ്ടിട്ട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാത്റൂമിൽ വീണാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു തോന്നുന്നില്ല ഹസ്ബൻഡ്? രാഹുൽ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, ബാത്റൂമിൽ വീണാണെന്ന് പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു എന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു പറയാം എന്ന് ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനെ ബാത്റൂമിൽ വീണാണെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി, ഇല്ല, എന്നെ ഒന്ന് ഇരുത്തിയിട്ട് അവർ നന്നായിട്ടൊന്ന് നോക്കിയപ്പോൾ ചെവിയുടെ ഇവിടെ കണ്ടോ ഇപ്പോഴും ആ ഒരു ബ്ലഡ് അടിച്ചതിൻ്റെ അത് ക്ലോട്ടായി കിടപ്പുണ്ട്. മൂക്കിൻ്റെ ഇവിടെ ആ ബ്ലഡ് ഇങ്ങനെ താഴെ ആ സമയത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, തല ഇങ്ങനെ മുഴച്ചത്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും കുറേ ചോദ്യം ചെയ്തു എന്നെ. അങ്ങനെ കുറേ ചോദിച്ചതിൻ്റെ പിന്നിൽ ലാസ്റ്റാണ് ഞാൻ പറയുന്നത് എനിക്ക് എങ്ങനെ രാഹുലേട്ടൻ എന്നെ മർദ്ദിച്ചതാണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. പോലീസിൽ അന്ന് തന്നെ പരാതി നൽകിയിരുന്നു, പക്ഷേ ഈ പറഞ്ഞതുപോലുള്ള കൊലപാതക ശ്രമത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനൊന്നും വേണ്ട നടപടി ഉണ്ടായില്ല എന്നുള്ളതാണോ പരാതി? നിലവിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നത്? അന്ന് തന്നെ നമ്മൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പാരൻസ് വന്നിട്ട് തന്നെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം അവിടെ കോഴിക്കോട് തന്നെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ഞാൻ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഞാൻ അവിടെയും പറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയത്, ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞതൊന്നും അതിൽ അവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയ കാര്യങ്ങളൊന്നും അതിലില്ല. അവരത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അതിനുശേഷം അവരെന്നവിടെ നിർത്തിയില്ല. പിന്നെ ബാക്കിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്നെ എറണാകുളത്തേക്ക് എൻ്റെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരായിരുന്നു. പിന്നെ ഇവിടെ ഞാനൊരു ചികിത്സയും കൗൺസിലിംഗ് ഒക്കെ എടുത്തായിരുന്നു. ഇനി എന്താണ് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ വേണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം? ഇപ്പോൾ അച്ഛൻ SP-നെ കാണാൻ പോയിട്ടുണ്ടാവുക? വേണം, അതെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വിവാഹബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പോൾ പോലീസിൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അതിൻ്റെ കാര്യഗൗരവം അതിൻ്റെതായ രീതിയിലെടുത്ത് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. ഹഷ്മി, തീർച്ചയായും അവർ സൂചിപ്പിച്ചതുപോലെ അവരുടെ മുഖം നമുക്ക് കാണുമ്പോൾ ഇപ്പോഴും അത് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ചെവിയുടെ ഭാഗത്ത്, ഒപ്പം തന്നെ അവരുടെ തലയുടെ ഭാഗത്ത്, മൂക്കിൻ്റെ ഭാഗത്തൊക്കെ തന്നെ ഇങ്ങനെ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം, അവർക്ക് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഹാഷ്മി, വിനിത വിജിയാണ് ആ വീട്ടിൽ നിന്ന് ആ കുട്ടിയോട് കാര്യങ്ങൾ സംസാരിച്ചത്. അല്ല വിനിത, ഇവിടെ ബാബു മുകിൽ എന്നൊരു പ്രേക്ഷകൻ പറയുകയാണ് മോളെ ദൈവം കാത്തു എന്ന് പറയാൻ. താഴെ വേറൊരു പ്രേക്ഷകൻ പറയുകയാണ് ഇർഷാദ് പുല്ലുവട്ട, കുട്ടിയെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയോ നിയമ നടപടി സ്വീകരിച്ചതുകൊണ്ട് മറ്റപകടം ഉണ്ടായില്ല, പല കേസുകളും ഇതുണ്ടാവാറില്ല, അതുകൊണ്ടാണ് പല കൊലപാതകങ്ങൾ നടക്കുന്നതെന്ന് പറയുന്നു. വിസ്മയ, നമുക്ക് അനുഭവം ഉണ്ടല്ലോ. വിനിത, അപ്പോൾ വീട്ടുകാരുടെ ഒരു കൃത്യമായ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായി എന്ന് പറയാമല്ലേ? തീർച്ചയായും ഹഷ്മി, ഈ ഘട്ടത്തിൽ ഇപ്പോൾ അവരുടെ അമ്മ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറയണം എന്ന് ഈ ഘട്ടത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അമ്മ പറയാനുള്ളത്? എന്ന് വെച്ചാൽ എൻ്റെ മോളെ ചെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരാണ്ടായി, നമ്മൾ കാണാണ്ടായപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിക്കുകയാണ് ചെയ്യണത്.
ഫോൺ വിളിച്ചപ്പോൾ മോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു 2 പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോൾ രാഹുൽ എടുക്കുകയാണ്. രാഹുൽ എടുത്തിട്ട് പറഞ്ഞു, പിന്നെ അമ്മ ഞങ്ങൾ ഡ്രസ്സ് ചെയ്യണം, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അവൻ വന്നിട്ട് പറഞ്ഞു, അപ്പോഴും ഞാൻ ചോദിച്ചു നീമ എന്ത് ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു നീമ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവള് ഇറങ്ങി വന്നത്. അപ്പോൾ ഇറങ്ങി വന്ന് ഇങ്ങനെ ഒരു വാതലിൻ്റെ ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും ഇങ്ങനെ കിടന്ന് നോക്കിയപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മോളാണിത് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെന്നിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ആകെ ഇത്. അപ്പം ഞാൻ ചോദിച്ചു മോനെ എന്ത് പറ്റിയെന്ന്. അപ്പോൾ സംസാരിക്കാനൊന്നും പാടില്ല, കണ്ണൊക്കെ ഇങ്ങനെ ഏണ്ടി മയക്കുമരുന്ന് അടിച്ചവരുടെ കണ്ണില്ലേ അതുപോലെ കിടക്കുകയാണ് കുട്ടിയുടെ. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇവളെ പിടിച്ച് ഒരു കസേരമ ഇരുത്തിക്കൊണ്ടും ഞാൻ പറഞ്ഞു മോനെ എന്താണിത് സംഭവിച്ചത്. ഞാനിങ്ങനെ നോക്കി മുഖം നോക്കിയപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നി, ഇവിടെ നിന്ന് ബ്ലഡ് വന്നി, ഇവിടെ ഇതിങ്ങനെ ചതഞ്ഞൊക്കെ ഇരിക്കണം. അപ്പോഴേ എനിക്ക് ശരിക്കും സംശയം തോന്നി. അങ്ങനെ ഇത് പിന്നെ ബാത്റൂമിൽ തന്നെയുണ്ടാണ്. ഞാൻ മോളോട് പറഞ്ഞ് മോള് സത്യം പറയണം, മോള് നുണയാണ് ഇപ്പം പറയുന്നത്. അപ്പം അമ്മ ഇവിടെ നിന്ന് പോണെങ്കിൽ ഇത് സത്യം അറിഞ്ഞ് നിന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ ചേട്ടൻ്റെ മോള് കൂടെ ചേച്ചി പറഞ്ഞു ഇത് അന്ന് മോളുള്ള കാര്യം അച്ഛനും അമ്മനോട് രഹസ്യമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു രഹസ്യമായിട്ടൊന്നും പറയണ്ട, അവളുടെ ചേച്ചിമാരും ചേട്ടന്മാരും വെളിച്ചന്മാരൊക്കെ ഉള്ളത്, പരസ്യമായിട്ട് പറയണമെന്ന് പറയും. അപ്പോൾ രാഹുലിൻ്റെ അമ്മ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും അതോടുകൂടി അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നവരൊക്കെ കൂട്ടക്കരച്ചിലായി. എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ സമയത്ത് 1 മണിക്കൂർ കൊച്ചിനെ ഇത്രയും താണ്ഡവം അവൻ ആടി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് അവിടെ നിന്ന് വലിച്ചുകൊണ്ടുവന്നു ഇങ്ങനത്തെ ക്രൂരത ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു. നമ്മൾ അന്നേരം നമ്മുടെ മോളെയും കൊണ്ട് പോകുമെന്ന് തന്നെ നമ്മൾ പറഞ്ഞ് നമ്മൾ നേരെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടർക്കെല്ലാം കൃത്യമായി മനസ്സിലായി. എന്ന് വെച്ചാൽ ഇതുപോലെയല്ല ചെല്ലണത്, ഒരു ഭീകരാവസ്ഥയാണ്. അതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ഇവിടെ വന്നു. പക്ഷേ പന്തീരങ്കാവ് പോലീസ് വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട്, ഇത് നിങ്ങൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഏതൊരാൾക്കും ഒരു പെൺകുട്ടിയെന്ന് തന്നെയല്ല ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കും മനുഷ്യനെയും നീതി കിട്ടണം. ആ നീതി പക്ഷേ അവർ തന്നില്ല. അവർക്ക് അവൻ പൈസ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അവരുടെ തോളത്ത് കൈയിട്ടാണ് പോലീസുകാർ നടക്കുന്നത്. അപ്പോൾ CAക്ക് എങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും CA തുടങ്ങി അടിവരെയുള്ളവർക്ക് ഇവരെ രമ്യതയിൽ എത്തിച്ച് പറഞ്ഞെടുക്കണം. അപ്പം ഞാൻ CAനോട് ചോദിച്ചു ഈ രമ്യതയിൽ എത്തിക്കുമല്ലോ, അപ്പോൾ ഇതുപോലെ പല പെൺകുട്ടികളെയും നിങ്ങളുടെ പരാതിയും കൊണ്ട് വരുമ്പോൾ രമ്യതയിൽ എത്തിച്ച് പോകും. 2 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം വാർത്ത വന്ന എന്തെന്നാണ് മരിച്ചു എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അവർ അവസാനത്തെ ആയുധം എടുക്കണം, എന്താണ് മരണം. അപ്പോഴും കേൾക്കാം പോലീസുകാരുടെ അനസ്ഥ. അപ്പം ഇയാൾ പറയണത് എന്താന്ന്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ വീണ്ടും ഉത്തരേ, പിന്നെ ആ മുസ്ലിം കൊച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പിന്നെ വിസ്മയൊക്കെ ആവും. വിസ്മയൊക്കെ ആയിപ്പോ. അമ്മ ഇപ്പൊ ആ വീട്ടിൽ ചെന്നിരുന്നു. അപ്പോൾ രാഹുലിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ആ വീട്ടിൽ മറ്റ് ഇപ്പൊ രാഹുലിന്റെ സഹോദരനും അല്ലെങ്കിൽ അമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സാഹചര്യത്തിൽ അവരെന്താണ് പറഞ്ഞത് ഈ മർദ്ദിച്ച? അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ, നിയമം എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ നമുക്ക്. എന്ന് വെച്ചാൽ അമ്മയെന്ന് പറഞ്ഞ രാഹുലിനെ പോലെ തന്നെ ഒരു പ്രതിയാണ്, ശരിക്കും ഒരു പ്രതി ആണവർ. അപ്പോൾ അവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെ മോളെ ഒതുക്കാം, ഇല്ലാണ്ടാക്കാം, ഒന്നില്ലെങ്കിൽ അവർക്ക് മോനെ ഒറ്റക്ക് കിട്ടാൻ വേണ്ടിയാണോ എന്നറിയില്ല. ഈ കല്യാണവുമായി മുന്നോട്ട് പോയ സമയത്ത് അവർ ഈ സ്ത്രീധനം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, അവർക്ക് സ്ത്രീധനം അന്നേരം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായില്ല നമ്മളോട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പറയുകയാണ് ചെയ്യണത്, നമ്മൾ ഇത്ര പവനെ തരുള്ളൂ, ഞങ്ങൾക്ക് ഇത്ര കപ്പാസിറ്റി ഉള്ളൂ, അതിൽ സമ്മതമാണെങ്കിൽ മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന്. പക്ഷേ അന്നേരം സമ്മതിച്ച് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരാൻ ഞങ്ങൾ സ്വീകരിക്കുക. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവരുടെ തരം മാറി. നമ്മളെ കൊടുക്കാണെന്ന് പറഞ്ഞതിൽ ഇത്തിരി കൂടി കൂടുതലാണ് കൊടുത്തത്. എന്നിട്ട് അപ്പം അത് സംഭവത്തിന് ശേഷം പിന്നീട് അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഈ പരാതിയൊക്കെ കൊടുത്തതിന് ശേഷം? ആരും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ രാഹുൽ എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല, ഫോൺ എടുത്തില്ല. ഞാൻ ഇങ്ങനൊരു അവസ്ഥ ഒരു മകൾക്ക് ഉണ്ടാകരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് നമ്മൾ വളർത്തി വലുതാക്കി, നമ്മുടെ സ്വപ്നമാണ് അല്ലേ മക്കളൊക്കെ. പക്ഷേ ഒരു 7 ദിവസം കൊണ്ടത്
അവക്കടെ ജീവിതം ചിന്തി കളഞ്ഞില്ലേ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ പോലീസുകാർക്ക് എതിരെ ശക്തമായ നടപടി വേണം. അവർ പറഞ്ഞത് എന്നോട് എന്താണ്, ഞാൻ പറഞ്ഞു എന്നിട്ട് എന്തിനാണ് സാറേ എൻ്റെ മോള് വീണ്ടും ഒരു ഉത്രയും വിസ്മയമാകാനാണെന്ന്. അപ്പം അയാൾ പറഞ്ഞത് എന്തെന്നാണ്, ഞാൻ അങ്ങനെ പറയുള്ളൂ. പോലീസെന്ന് പറയാൻ അവരെ മാനിക്കാനേ നമുക്ക് കഴിയില്ല. എല്ലാവരും എല്ലാം നമ്മൾ പറയുന്നത്, പക്ഷേ പറയാണ്ടിരിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ അവരത്ര അനീതിയാണ് ഞങ്ങളോട് കാണിച്ചത്. അപ്പം അയാൾ പറയണേ അത് പത്രക്കാരെ എഴുതിയുണ്ടാക്കിയതാണെന്ന് CI പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയണ ഒരു പോലീസുകാർക്കെതിരെ ഇവിടെ നടപടി എടുത്തില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു വ്യക്തിക്കും, മനുഷ്യനെന്ന വ്യക്തിക്കും നീതി കിട്ടില്ല. അപ്പൊ അതിന് നിങ്ങളാ മുന്നിട്ടിറങ്ങേണ്ടത്. തീർച്ചയായും ഹാഷ്മി, ആ അമ്മ നിറ കണ്ണുകളോട് കൂടിയാണ് ഇപ്പോൾ ആ വേദന പറഞ്ഞത്. എന്താണെങ്കിലും ഇനി ഒരു മകൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ആ അമ്മയുടെ ആവശ്യം. ഇപ്പോൾ ആ പെൺകുട്ടി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ ഇനി ആ വീട്ടിലേക്ക് ഇല്ല എന്നുള്ളത് തന്നെയല്ലേ തീരുമാനം? തീർച്ചയായും ഈ ബന്ധത്തിന് ഞാൻ ഇനി മുന്നോട്ടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ ഒരു അഭിനന്ദനം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. കാരണം പല പെൺകുട്ടികളും ഇങ്ങനെ മർദ്ദനമോ അല്ലെങ്കിൽ പീഡനമോ ഒക്കെ സഹിച്ച് വീണ്ടും ആ വീട്ടിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇനി എന്താണ് ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമുണ്ട്? അതെ, അത് മുന്നോട്ട് തന്നെ പോകണം. എന്തായാലും ഞാൻ തിരിച്ച് ആ വീട്ടിലേക്കില്ല. ഒരു കോംപ്രമൈസിനും എൻ്റെ സൈഡിൽ നിന്ന് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഉണ്ടാവില്ല. നീതി തന്നെ കിട്ടണം, അതാണ് എൻ്റെ ആഗ്രഹം. രാഹുൽ വിളിച്ചിരുന്നോ പിന്നെ എപ്പോഴെങ്കിലും? രാഹുൽ കോൺടാക്ട് ചെയ്യാനായിട്ട് കുറേ ശ്രമിച്ചായിരുന്നു, പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല. അവരുടെ ബന്ധുക്കളോ ഈ പറഞ്ഞ പോലെ അമ്മയോ ആരെങ്കിലും? ഒരുപാട് പേര് കുറേ നമ്പറിൽ നിന്ന് വിളിച്ച്, പക്ഷെ ഞാൻ ഒന്നും എടുത്തില്ല. ഇപ്പം ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും ഹെൽത്ത് ഇഷ്യൂ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഇന്നലെ എന്തോ ട്രീറ്റ്മെന്റിന് പോയിരുന്നു അല്ലേ ഹോസ്പിറ്റൽ? പറവൂർ നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതിൻ്റെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. CT സ്കാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഇന്ന് കിട്ടും. പിന്നെ അവിടെ തന്നെ നമ്മളൊരു കൗൺസിലിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തായിരുന്നു. കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അതെ. ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പം മാട്രിമണി പോലുള്ള അങ്ങനെ സൈറ്റിൽ നിന്ന് വന്ന വിവാഹാലോചനയാണിത്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കുന്ന സമയത്തോ ഒക്കെ ഈ സ്ത്രീധനം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വാഹനം വേണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ആക്ച്വലി ആ ഒരു സമയത്ത് തമാശ രൂപേണ എന്നോട് ചോദിച്ചായിരുന്നു കാറ് കിട്ടും, എനിക്ക് കാറ് കിട്ടുമെന്ന്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ആ സമയത്ത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒരു തമാശ രൂപേണയാണ് ഞാനും അതിനെ കണ്ടത്. പക്ഷെ അത് കല്യാണ ശേഷം ഇത് ഇത്ര സീരിയസ് ആയിട്ട് വരും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ആ കല്യാണത്തിൻ്റെ കുറച്ച് നാൾക്ക് മുന്നേ നമ്മളുടെ സൈഡിൽ നിന്ന് ഇത്രയാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അത് അവർ പൂർണ്ണ സമ്മതത്തോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് പ്രൊസീഡ് ചെയ്തത്. അതായിരുന്നു മെയിൻ വിഷയം സത്യത്തിൽ. ആ ഒരു രണ്ട് ഫാമിലിയും തമ്മിലൊരു ഡിസ്കഷനിൽ ഇതായിരുന്നു മെയിൻ അവിടുത്തെ ഡിസ്കഷൻ. ഇതിൻ്റെ പേരിലൊരു തർക്കം ഫ്യൂച്ചറിൽ വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഉറപ്പ് അച്ഛൻ വാങ്ങിച്ചിട്ടാണ് രാഹുലിനെ എന്നെ ഏൽപ്പിച്ചത്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. ഈ കാറിനൊപ്പം വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഈ സ്വർണ്ണമോ കൂടുതലായി പണമോ അങ്ങനെ എന്തെങ്കിലും നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു? കാറും സ്ത്രീധനം കൂടുതൽ വേണം എന്നുമായിരുന്നു. എത്രയാണെന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നവർ? ഒരു 150 അടുത്ത് എന്തുമായിരുന്നു ആവശ്യപ്പെട്ടത്. ഈ അമ്മയും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൂടുതൽ വേണമെന്നുള്ളത്? അതായത് കല്യാണത്തിന് മുന്നേ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നില്ല അമ്മയുടെ സൈഡിൽ നിന്ന്. പക്ഷേ കല്യാണ ശേഷം ഞാൻ കിച്ചണിൽ കയറുമ്പോൾ സ്വർണത്തിൻ്റെ കാര്യത്തിലൊരു ഡിസ്കഷൻ വന്നപ്പോൾ എന്നോട് പറയുമായിരുന്നു എൻ്റെ മകൻ ഇതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് എനിക്ക് അമ്മയായിട്ട് ഒരു നല്ല ടേംസിൽ പോകാൻ പറ്റിയില്ല അതിന് ശേഷം. അപ്പോൾ ആ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ അവരെന്നോട് തീർത്തായിരുന്നു. തീർച്ചയായും ഹാഷ്മി, ഇനി താൻ ആ വീട്ടിലേക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ തീരുമാനം. ഒപ്പം തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട്. അല്പസമയം മുൻപ് അവരുടെ അമ്മ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇനി ഒരു മകൾക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത്, അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഈ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകണം എന്നുകൂടി ഈ ഘട്ടത്തിൽ ഒരു ആവശ്യം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഈ ഘട്ടത്തിൽ വേണമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. ഹാഷ്മി, വിനിത വിജയാണ് ആ വീട്ടിൽ നിന്ന് അമ്മയോടും മകളോടും ആ കാര്യങ്ങൾ ചോദിച്ച് പ്രേക്ഷകരോട് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ വസന്തകുമാരി പറയുന്നു, ഈ അമ്മയുടെ വാക്കുകൾ അമ്മ കരുത്തു നൽകാനുണ്ടായി ആ മകൾപ്പെന്ന് പറയുന്നു. വർഷിപ്പ് പറയുന്നു, പെൺമക്കളെ ഓമനിച്ച് വളർത്തിയിട്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് വില നൽകാതെ വിൽക്കുന്ന മാതാപിതാക്കൾക്ക് ഇതൊന്നും ഒരു പാഠമല്ല. വിസ്മയ ഉത്തര മുഫിയ പർവീൻ, ആവർത്തനമാകാതിരുന്നതിൽ സന്തോഷമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇത്ര ഗുരുതരമായ രീതിയിൽ മർദ്ദനമേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ സ്വാഭാവിക ഡോക്ടറെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നു. അവർ ഡോക്ടറെ കാണിച്ചിട്ട് വരുമ്പോഴേക്കും ഈ പറയുന്ന ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ തെമ്മാട് വാക്ക് ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാമല്ലോ, ഇത്ര മർദ്ദിക്കുന്ന അക്രമി ആ പോലീസ് സ്റ്റേഷനിലുണ്ട്.
ആ അക്രമിയുടെ തോളിൽ കയറ്റി നിൽക്കുന്ന പോലീസുകാർ, അവർക്ക് വേണ്ടി കാര്യങ്ങൾ രമ്യതയിലാക്കാൻ പരിഹരിക്കുന്ന പോലീസുകാർ. അപ്പോൾ അങ്ങനെയുള്ള പോലീസുകാരെ കൂടി കണ്ടു. അവർ ആ ജോലിയിൽ ഉണ്ടാവരുത് എന്നുകൂടി പ്രേക്ഷകൻ പറയുന്നു. നമ്മൾ വിസ്മയ കണ്ടതാണ്, സമാനമായ എപ്പിസോഡ് വിസ്മയിൽ കണ്ടതാണ്. ഇവിടെ ഉണ്ട് ഏക മാറ്റം, വിസ്മയ കൊല്ലപ്പെട്ടു, ഈ കുട്ടി ഭാഗ്യത്തിന് കൊല്ലപ്പെട്ടില്ല. അത് മാത്രമേ മാറ്റമുള്ളൂ. ഈ നവവധുവിനെ ഭർത്താവ് മർദ്ദിച്ചു വന്ന പരാതിയിൽ യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുവാൻ പോലീസ്. പരാതിക്കാരിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് ഇതിനുശേഷം തീരുമാനിക്കുമെന്ന് പോലീസ്. അഭിജിത്ത് മുഴക്കുന്നു. അഭിജിത്ത്, ഇതിപ്പോൾ ആകെ ഉണ്ടായ വ്യത്യാസം ഇത് വാർത്ത വന്നു, ഇത് നാടറിഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. ഫാക്സ് ഇതിനു മുമ്പ് ഉള്ളതെല്ലാം അതേപോലെ തന്നെയായിരുന്നു. ഫാക്സ്, കുട്ടിക്ക് മർദ്ദനമേറ്റ കാര്യം, വീട്ടുകാർ പറഞ്ഞ കാര്യം, ഡോക്ടറുടെ റിപ്പോർട്ട് അടക്കം എല്ലാ കാര്യങ്ങളും അതിനു മുമ്പുണ്ടായിരുന്നു. അന്ന് അത് കോംപ്രമൈസ് ആക്കാൻ ശ്രമിച്ചത് ആർക്കു വേണ്ടിയാണ് എന്ന് ഈ പന്തീരാങ്കാവ് പോലീസ് പറയുന്നുണ്ടോ അഭിജിത്ത്? ഹാഷ്മി, ഈ വിവാഹം നടക്കുന്നത് ഈ മാസം 5-നാണ്. തുടർന്ന് ഈ യുവതിയുടെ ബന്ധുക്കൾ എറണാകുളത്ത് നിന്ന് ഈ മാസം 12-ന് പന്തീരാങ്കാവിലുള്ള ഈ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ചാണ് ഈ അതിക്രൂരമായ രീതിയിൽ യുവതിക്ക് മർദ്ദനമേറ്റ വിവരം ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് ഇവർ പന്തീരാങ്കാവ് സ്റ്റേഷനിൽ അന്നു തന്നെ പോകുന്നു. പോലീസ് അന്ന് തന്നെ കേസെടുക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വാർത്ത കൊടുത്തത്. പ്രധാനമായും 2 വകുപ്പുകൾ ചേർത്താണ് പോലീസ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. 324 ആക്രമിച്ച് മാരകായുധ ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ, ഒപ്പം 498A അതായത് ഗാർഹിക പീഡന പ്രകാരമുള്ള വകുപ്പ്. ഇങ്ങനെ 2 വകുപ്പുകൾ ചേർത്താണ് ഈ രാഹുൽ എന്ന യുവാവിനെതിരെ പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 498A അതായത് ഗാർഹിക പീഡനം എന്ന വകുപ്പ് നോൺ ബെയിലബിൾ ആണ്. ഇയാൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടയില്ലാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ പോലീസ് കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർക്കുന്നില്ല എന്നുള്ളതാണ് യുവതി നൽകിയ പരാതി, യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വളരെ മോശമായ രീതിയിലാണ് പോലീസ് പെരുമാറിയത് എന്നുള്ള ഒരു ആരോപണം കൂടി യുവതിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് നിലവിൽ ഉയരുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം, വീണ്ടും പെൺകുട്ടിയുടെ മൊഴി, ഈ നവവധുവിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ യുവതിയുടെ വീട്ടിലെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ യുവതിക്ക് പരിക്ക് പറ്റിയതിനു ശേഷം യുവതിയെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ യുവതിയെ കൊണ്ടുപോയിരുന്നു. അവിടെ നിന്ന് പ്രാഥമികമായ ചികിത്സ യുവതി നേടുകയും ചെയ്തിരുന്നു. ഇവിടെയുള്ള ഡോക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. ഏതായാലും ഇത്തരം പരിശോധനയ്ക്കെല്ലാം ശേഷം, കൂടുതൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്തും എന്നുള്ളതാണ് നിലവിൽ പന്തീരാങ്കാവ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹാഷ്മി, എന്തായാലും പന്തീരാങ്കാവിൽ ഉണ്ടായത് അതിക്രൂരമായ ഗാർഹിക പീഡനമാണ്. അത് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക്, ദൗർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് പോകാതിരുന്നതിന് കാരണം ആ വീട്ടുകാരുടെ ഇടപെടൽ മാത്രമാണ്. അല്ലെങ്കിൽ മോളെ ഇതൊക്കെ പുറത്തു പറയുന്ന നാണക്കേടല്ലേ, നീ അങ്ങ് ക്ഷമിക്ക് എന്ന് വാക്ക് പറഞ്ഞ് അവിടെ നിർത്തിയിരുന്നെങ്കിൽ മറ്റൊരു വിസ്മയോ മറ്റൊരു ഉത്തരയോ മറ്റൊരു മുഫീദയോ ഒക്കെ ആവേണ്ട കുട്ടിയാണ്. ഭാഗ്യം അതുണ്ടായില്ല. എന്തായാലും ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചത് അഭിജിത്ത് മുഴക്കുന്നാണ്, നമ്മുടെ റിപ്പോർട്ടറാണ്. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടാൻ തീരുമാനിച്ചുവെങ്കിൽ നല്ലത്. വെൽക്കം ബാക്ക് ഇവിടെ അക്ഷരെ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് പറയുന്നത് 2 ജില്ലകളാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളാണ് ഓറഞ്ച് അലർട്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ ജില്ലകളിൽ കനത്ത മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇടി കാറ്റൊക്കെയുള്ള കനത്ത മഴ ഉണ്ടാകും എന്നുള്ളതാണ് പ്രവചനം. രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നാൽ പത്രിക സമർപ്പിച്ച് നരേന്ദ്രമോദി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE, MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മോദി അനുഗമിച്ചു. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി മോദി ഗംഗയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. കാലഭൈരവ ക്ഷേത്രത്തിലും ദർശനം നടത്തി. രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ആർക്കെ 7 ഘട്ടങ്ങളെന്ന് നീണ്ട ഘട്ടങ്ങളെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പടയുന്ന കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ഇനി ബാക്കി 3 ഘട്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓൾമോസ്റ്റ് പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവസാന ഘട്ടങ്ങളിൽ മുന്നണികളുടെ സ്ട്രാറ്റജി എങ്ങനെയാണ്? സ്ട്രാറ്റജി മാറ്റങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ന് എന്തായിരിക്കും BJPയുടെ സ്ട്രാറ്റജി എന്നുള്ളത്. ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് അദ്ദേഹത്തെ അനുഗമിച്ച അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശകരുടെ പേരാണ്. അതിൽ പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രി, ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന ഒരു
പുരോഹിതനാണ്. അദ്ദേഹം ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ അതിൻ്റെ ഭാഗമായി വഹിച്ചിരുന്നു. രണ്ടാമത്തേത് ബൈജ്നാഥ് പട്ടേൽ, മുതിർന്ന RSSൻ്റെ പ്രവർത്തകനാണ്. അത് ഈ RSS കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ചില നിസ്സംഗത പുലർത്തിയിരുന്നു. RSSനെ അനുനയിപ്പിക്കാൻ BJP ശ്രമിച്ചു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ബൈജ്നാഥ് പട്ടേലിനെ ഈ നാമനിർദ്ദേശകനായി ഉൾപ്പെടുത്തിയത്. ലാൽചന്ദ് കുശ്വാഹയാണ് മൂന്നാമത്തെ നാമനിർദ്ദേശകനായിട്ടുള്ളത്. അദ്ദേഹം OBC വിഭാഗത്തിൽ പെടുന്നതാണ്. OBC വിഭാഗത്തിൽപ്പെടുന്നവരെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം പട്ടികജാതി സമുദായ പ്രതിനിധിയായിട്ട് സഞ്ജയ് സോങ്കറും ഈ നാലാമത്തെ നാമനിർദ്ദേശകനായിട്ട് ഉണ്ട്. അങ്ങനെ 4 നാമനിർദ്ദേശകരാണ് ഉള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ച് അവർ തയ്യാറാക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയായിരിക്കും എന്നത് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നതാണ് ഈ നാമനിർദ്ദേശകരുടെ ഈ സാന്നിധ്യം. ഒപ്പം BJPക്കുള്ളിൽ BJPയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിവാദങ്ങൾക്ക്, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച വിവാദങ്ങൾക്കുള്ള മറുപടിയും പ്രധാനമന്ത്രി തൻ്റെ ഒപ്പം നിർത്തിയിരുന്നു. ആ മറുപടി ഏതെങ്കിലും വിധത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് എതിരായിട്ടുള്ള ഒരു നിലപാടും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നതുകൂടി വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം. രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം കിട്ടിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഡൽഹിക്ക് പുറത്ത് പ്രചാരണം തുടങ്ങുകയാണ്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കുരുക്ഷേത്ര സീറ്റിലാണ് കെജ്രിവാൾ ഇന്ന് പ്രചാരണം നടത്തുക. ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് റോഡ് ഷോ. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇന്ന് ഝാൻസിയിൽ സംയുക്ത റാലി നടത്തും. ഉച്ചയ്ക്ക് 2:30 ക്രാഫ്റ്റ് മേള മൈതാനത്താണ് റാലി. ഇന്ന് അമേഠിയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ഉത്തർപ്രദേശിലെ 2 പ്രചരണ റാലികളിൽ പങ്കെടുക്കും. പാർട്ടിക്കോട്ടയിൽ വിള്ളൽ. CPIM ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസിന്റെ അവിശ്വാസം പാസായി. 4 CPIM അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. CPIM വിമത നേതാവ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനാണ് ഭരണം അട്ടിമറിച്ചത്. 25 വർഷമായി CPIM തുടർച്ചയായി ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഭരണം നഷ്ടമായത്. ആകെ 13 അംഗങ്ങളിൽ 8 പേർ അവിശ്വാസത്തെ പിന്തുണച്ചു. CPIMുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്നും R രാജേന്ദ്രകുമാർ പ്രതികരിച്ചു. CPIMുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു. മാനസികമായി 6 മാസം മുമ്പ് അവസാനിപ്പിച്ചാണ്. എന്താണതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് വളരെ കൃത്യമായി ഞാൻ നിങ്ങളോടൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരു കാരണവശാലും CPIMൽ നിൽക്കാൻ കഴിയില്ല, അവർ നിർത്തില്ല, പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിൽ 300ഓളം ആളുകൾ CPIM വിട്ടത്. സാങ്കേതികമായി ഞങ്ങൾ ചുറ്റിയരിവാൾ നക്ഷത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ തുടർന്നു. ഇതിനു മുമ്പേ രാജിവെച്ച് CPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം എന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞതാണ്. മനീഷ് മഹിപ്പാൽ ചേരുന്നുണ്ട്. മനീഷ്, അപ്പോൾ വിമത നേതാവിനെ അവിടെ നിന്ന് മാറ്റാൻ അവിശ്വാസ പ്രമേയത്തിന് കൂട്ടുപിടിക്കുക, അല്ലെങ്കിൽ ഭരണം തന്നെ ഇല്ലാതാക്കുക എന്ന നിലയിലേക്ക് അവിടുത്തെ വിഭാഗീയത വളർന്നു. മനീഷ്, ഹാഷ്മി, കടുത്ത വിഭാഗീയതയാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട പാർട്ടി കോട്ടയിലാണ്. അവരുടെ പാരമ്പര്യ സ്വത്തെന്ന് പോലും പാർട്ടി അവകാശപ്പെട്ടിരുന്ന 25 വർഷമായി പാർട്ടി ഭരിച്ചിരുന്ന രാമങ്കരി പഞ്ചായത്തിൽ വിമതപക്ഷത്തെ തകർക്കാൻ വേണ്ടി കോൺഗ്രസിനെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ അവിശ്വാസ പ്രമേയത്തെ CPIMന്റെ അംഗങ്ങൾ പിന്തുണച്ചത്. ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിൽ CPIMന്റെ ജില്ലാ സെക്രട്ടറി R നാസർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള, അതായത് ജില്ലാ നേതൃത്വത്തിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കം തന്നെയാണെന്ന കാര്യം വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് അവിശ്വാസ പ്രമേയം പാസ്സാവുകയും അവിടെ ഉണ്ടായിരുന്ന CPIM അംഗവും മുൻ CPIMന്റെ ഏരിയ സെന്റർ അംഗവുമായ രാജേന്ദ്രകുമാറിന് രാജിവെക്കേണ്ടി വന്നത്. എന്താണെങ്കിലും രാജിക്ക് ശേഷം രൂക്ഷമായ വിമർശനം അദ്ദേഹം നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചു. ഒപ്പം തന്നെ CPIയും തങ്ങളുടെ നിലപാട് പറഞ്ഞു. CPIയിലേക്കാണ് രാജേന്ദ്രകുമാർ ഇപ്പോൾ മാറിയിട്ടുള്ളത്. CPI കൂടി CPIMന്റെ ഇപ്പോഴത്തെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് CPIയുടെ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് രംഗത്തെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വിഭാഗീയതയുടെ ഭാഗമായി കഴിഞ്ഞ 1.5 വർഷമായി ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജേന്ദ്രകുമാർ അടക്കമുള്ള വിമതപക്ഷത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കം വന്നിട്ടുള്ളത്. ഇനി പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരിക്കുമോ? അതായത് ഇനി 1.5 വർഷം കൂടിയാണ് പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. ഈ ഭരണസമിതി അവിശ്വാസ പ്രമേയത്തോടുകൂടി മാറിയത് കൊണ്ട് ഇനി എന്തായിരിക്കും രാമങ്കരി പഞ്ചായത്തിലെ ഭരണം? എങ്ങനെയായിരിക്കും CPIM ഇതിനെ രാഷ്ട്രീയമായി മറുപടി പറയുക എന്നതാണ് നോക്കി കാണേണ്ടത്. ഹാഷ്മി,
മനീഷ് മഹിമാൽ, എം വി ഗോവിന്ദൻ അടക്കമുള്ള നേരിട്ട് ഇടപെട്ടെന്നാണ് അവിടുത്തെ ഈ മേഖലകളിലെ വിഭാഗീയത പരിഹരിക്കാൻ. അത് പരിഹരിക്കപ്പെടുന്നില്ല. അത് മാത്രമല്ല, നാൾക്ക് നാൾ കൂടുതൽ പൊട്ടിത്തെറിയിലേക്കും രൂക്ഷതയിലേക്കും പോവുകയാണ്. കോഴിക്കോട് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് ആംബുലൻസിന് തീപിടിച്ച് രോഗി വെന്ത് മരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. അപകടത്തിൽ സുലോചനയുടെ ഭർത്താവ് ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ആംബുലൻസ് ഡ്രൈവർ അർജുനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഉദരസംബന്ധമായ രോഗത്തിന് അടിയന്തര ശസ്ത്രക്രിയക്കായി മൊടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിൽ നിന്ന് സുലോചനയുമായി മിംസ് ആശുപത്രിയിലേക്ക് വരികയായിരുന്നു ആംബുലൻസ്. നിയന്ത്രണം വിട്ട ആംബുലൻസ് മതിലിൽ തട്ടി ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി. മിംസ് ആശുപത്രിക്ക് 1/2 കിലോമീറ്റർ അകലെ വച്ചായിരുന്നു അതിദാരുണ അപകടം. അപകടം നടന്നയുടൻ ആംബുലൻസിലുണ്ടായിരുന്നവരിൽ ചിലർ തെറിച്ചു വീണു. മറ്റുള്ളവരെ നാട്ടുകാരെത്തി രക്ഷപ്പെടുത്തി. വണ്ടി വേഗത്തിൽ വന്നതാ മതിലോട് തട്ടി മറിഞ്ഞതാ. അതാ ഞാൻ കണ്ട മഴയുണ്ടല്ലേ, അതുകൊണ്ട് അങ്ങനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഞാനും ഡ്രൈവറും ഡ്രൈവർ ഇറങ്ങുന്ന കണ്ടിട്ട് ഞാൻ ഇറങ്ങിയതാണ്. സമീപത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്കും തീ പടർന്നു. മീഞ്ചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇടിയുടെ ശബ്ദം കേട്ടാണ് സംഭവസ്ഥലത്തേക്ക് എത്തിയതെന്ന് ദൃക്സാക്ഷി 24-നോട്. രാത്രി 2:30 മണിക്ക് ആംബുലൻസ് വരുമ്പം ഒരു അലാറം കേട്ടു. അപ്പോഴത്തന്നെ വണ്ടി ഇടിക്കുന്നതും പിന്നെ സ്പാർക്ക് ചെയ്തിട്ട് കത്തുന്നതാണ് കണ്ടത്. ഉണ്ടരക്കെല്ലാം തെറിച്ച് താഴെ വീണു. എന്നിട്ട് അവരെ മിംസിലേക്ക് ആംബുലൻസ് വന്നു. ആംബുലൻസിൽ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോയതാണ്. സുലോചനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സുലോചനയുൾപ്പെടെ 7 പേരാണ് ആംബുലൻസിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കനത്ത മഴയിൽ ആംബുലൻസിന് നിയന്ത്രണം വിട്ടതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. 24 കോഴിക്കോട്. വലിയ ദാരുണമായ സംഭവമായി പോയി. അത് സ്റ്റെഫി പീറ്റി പറയുന്നു, നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കണം. പിന്നെ എന്തുണ്ടെങ്കിലും പറയാനും കൂടെ നമ്മൾ ഉണ്ടെന്നും പറയണം. സ്റ്റെഫി പീറ്റി ആ ധൈര്യം കൊടുക്കണം മാതാപിതാക്കൾ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്ന് പറയുകയാണ്. എയർ ഇന്ത്യ ജീവനക്കാരുടെ മുന്നറിയിപ്പില്ലാത്ത പണിമുടക്കിൽ അനാഥമായ അമൃതയുടെ കുടുംബം. ഒമാനിൽ ഹൃദയാഘാതം മൂലം ഗുരുതരാവസ്ഥയിലായിരുന്ന പ്രവാസി നമ്പി രാജേഷ് മരിച്ചു. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ ചികിത്സയിലായിരുന്ന രാജേഷിന് അടുത്തെത്താൻ ബന്ധുക്കൾ കഴിഞ്ഞില്ല. കമ്പനിക്കെതിരെ നിയമ നടപടിയുമായി കുടുംബം രംഗത്തെത്തി. പ്രിയതമനെ ഒരു നോക്ക് കാണാൻ അന്നേ കെഞ്ചിയതാണ് അമൃത. അടുത്ത ഫ്ലൈറ്റ് 14 അല്ലെങ്കിൽ 17 ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇവര് പറഞ്ഞ എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതുമില്ല. മാനേജർ ആണെങ്കിൽ പുറത്തൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ കഴിയാതെ രാജേഷ് പോയി. സാഹചര്യം വിശദീകരിച്ച് ജീവനക്കാരോട് കേണപേക്ഷിച്ചെങ്കിലും ചെവിക്കൊണ്ടില്ല. എന്തെങ്കിലും ചെയ്ത് തങ്ങളെ സഹായിക്കാമായിരുന്നില്ലേ എന്ന കുടുംബത്തിന്റെ സങ്കടത്തിന് ഇനി ആരുത്തരം പറയും? എയർ ഇന്ത്യയിലെ മാനേജർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ക്യാൻസലായിപ്പോയി. അപ്പം ഞങ്ങൾ അവസ്ഥ ഞങ്ങൾ പറയാണ്. ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരാളെ കാണാൻ പറ്റും. ഈ 2 കുഞ്ഞുങ്ങൾ, അവൻ്റെ ഒരു മരം കൊണ്ട് ഇവള് പഠിക്കുന്ന വാടക വീട്ടിൽ ഞങ്ങൾ കിടക്കുന്നു. രാവിലെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ വൈകുന്നേരമായി ആട്ടച്ചക്കൊന്നു പറയുന്നു. ഉറക്കത്തിൽ 8-ാം തീയതി 9-ാം തീയതി 7-ാം തീയതി മുതൽ നമ്പി രാജേഷ് ആശുപത്രിയിലായിരുന്നു. ഭാര്യയെയും മക്കളെയും കാണണമെന്ന് അന്ന് തന്നെ അറിയിച്ചതാണ്. ആശുപത്രിയിലായ യുവാവിന്റെ ആരോഗ്യം ഇന്നലെയോടെ മോശം അവസ്ഥയിലെത്തി. തുടർന്ന് മരണമുണ്ടായി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ പുലർച്ചെയോടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് നീക്കം. 24 തിരുവനന്തപുരം. വല്ലാത്ത വൈകാരിക നഷ്ടം അല്ലെങ്കിൽ വല്ലാത്ത വൈകാരിക സങ്കടം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിന് കൊടുക്കാൻ കഴിയുന്ന പരിഹാരങ്ങൾ എയർ ഇന്ത്യയും അല്ലെങ്കിൽ സർക്കാരൊക്കെ ഇടപെട്ടുണ്ടായി കൊടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. മുംബൈയിൽ പരസ്യ ബോർഡ് നിലംപതിച്ചുണ്ടായ അപകടത്തിൽ മരണം 14ആയി. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ദുർബലമായ തറയിലാണ് കൂറ്റൻ പരസ്യ ബോർഡ് സ്ഥാപിച്ചത് എന്നാണ് കണ്ടെത്തൽ. ബോർഡ് സ്ഥാപിച്ച കമ്പനി ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഘാട്ട്കോപ്പറിലെ ഭാരത് പെട്രോളിയം പമ്പിന് മുകളിലേക്കാണ് ഇന്നലെ വൈകിട്ട് കൂറ്റൻ പരസ്യ ബോർഡ് വീണത്. ഇന്ധനം നിറയ്ക്കാനെത്തിയ വാഹനങ്ങൾ അപ്പാടെ തകർന്ന നിലയിലാണ്. 50ഓളം വാഹനങ്ങളുടെ ശവപ്പറമ്പായി പമ്പ് മാറി. ഭാരമേറിയ ഇരുമ്പ് അവശിഷ്ടങ്ങൾ നീക്കി അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുക്കാനുള്ള ശ്രമം ഏറെ ദുർഘടം. कंट्रैक्टर का जो भी है वो सबसे बड़ी कमी है. दूसरी बात यह है कि करवाने वाले जो मेन सेठ थे ये उनकी कमी है. तीसरी बात यह है कि ये प्रशासन की कमी है. അനുമതിയില്ലാതെയാണ് കൂറ്റൻ പരസ്യ ബോർഡ് കെട്ടിപ്പൊക്കിയതെന്ന് മുംബൈ കോർപ്പറേഷൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്.
ഇത്രയും വലിയ ബോർഡുകൾക്ക് സാധാരണ അനുമതി നൽകാറുമില്ല. കൂറ്റൻ ഇരുമ്പ് പരസ്യ ബോർഡിനെ താങ്ങി നിർത്താനുള്ള കരുത്ത് അതിന്റെ തറയ്ക്കില്ലെന്ന് വ്യക്തമാണ്. ഈ പരസ്യ ബോർഡിന്റെ തറയ്ക്ക് ആകെയുള്ളത് 3 അടിയോ 4 അടിയോ താഴ്ച മാത്രമാണ്. അതായത് വലിയൊരു കാറ്റടിച്ചാൽ അനായാസം തറയോടെ ഇളകി മാറാവുന്ന സാഹചര്യം. അത് തന്നെയാണ് ഈ ദുരന്തത്തിലും സംഭവിച്ചത്. അത് കാര്യം എന്ന് വെച്ചാൽ അത് ഇത്തിരി മജബൂത്തുള്ളതിൻ്റെ അടുത്താണ് ഇതുണ്ടായതില്ല. ഇത് കംപ്ലീറ്റ് വീഴുന്നു, കംപ്ലീറ്റ് നാശനഷ്ടം ഉണ്ടായി. ഇതിൻ്റെ മെയിൻ ഇത് കോണ്ടക്ടറും പിന്നെ ഈ മോലാളിയുമാണ്. കാറ്റടിച്ചാൽ സമ്മർദ്ദം കുറയ്ക്കാനുള്ള ദ്വാരങ്ങളും ബോർഡിൽ ഉണ്ടായിരുന്നില്ല. സമീപത്ത് 3 ബോർഡുകൾ കൂടി ഈ വിധം സ്ഥാപിച്ചിട്ടുണ്ട്. ബോർഡ് സ്ഥാപിച്ച ഈഗോ മീഡിയ എന്ന കമ്പനിയുടെ ഉടമകൾക്കെതിരെ നരഹത്യ അടക്കം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. കൂറ്റൻ ഇരുമ്പ് പാളികൾ മുറിച്ചു മാറ്റി ഇവിടെയുള്ള അവശിഷ്ടങ്ങളാകെ നീക്കം ചെയ്യാൻ ഇനിയുമേറെ ദിവസങ്ങളെടുക്കും. അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് രക്ഷാദൌത്യ സംഘം. ഘാട്ട്കോപ്പറിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ജയമോഹൻ ടി പി ചോദിക്കുകയാണ്, ആഷ്മി, മാസപൂജയ്ക്ക് നാളെ ശബരിമല നടക്കും. മാസപൂജയ്ക്ക് മുൻകൂട്ടി ദർശനം ബുക്ക് ചെയ്തില്ല എങ്കിൽ പ്രവേശനം തടസ്സപ്പെടുമോ? ഇല്ല കേട്ടോ, ഇല്ല. മാസപൂജയ്ക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യണം. പക്ഷേ അടുത്ത മണ്ഡലകാലം തൊട്ട് ബുക്കിംഗ് നിർബന്ധമാക്കുന്ന ഒരു പരിപാടി വരുന്നുണ്ട്, സ്കീം വരുന്നുണ്ട്. വെൽക്കം ബാക്ക് പരിപാടി പ്രേക്ഷകരെ. ബാബു, അടുത്തൊരു വാർത്തയിലേക്ക്. ഭീമ കൊറേഗാവ് കേസിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗൗതം നവലേഖയ്ക്ക് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ബൽറാം തുടങ്ങി. ബൽറാം, 2020 ഏപ്രിലിലാണ് അറസ്റ്റ്. അപ്പോൾ 4 വർഷങ്ങൾക്ക് ശേഷം ജാമ്യം അല്ലേ? ഹഷ്മി, തീർച്ചയായും 4 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യാവകാശ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ഗൗതം നവ്ലാഖയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വീട്ടുതടങ്കലിൽ കഴിഞ്ഞിരുന്നതിനാൽ 20 ലക്ഷം രൂപ അടയ്ക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹഷ്മി സൂചിപ്പിച്ച പോലെ 2020 ഏപ്രിലാണ് ഭീമ കൊറേഗാവ് സംഘർഷത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ശാരീരികമായ അസ്വാസ്ഥ്യം ഉൾപ്പെടെയുള്ളവ പരിഗണിച്ച് സുപ്രീം കോടതി അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയിരുന്നു. 2023 ഡിസംബറിൽ ഹൈക്കോടതി നവ്ലാഖയ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ NIAക്ക് സമയം അനുവദിച്ചുകൊണ്ട് ആ ജാമ്യവിധി ഹൈക്കോടതി തന്നെ സ്റ്റേ ചെയ്തിരുന്നു. നവ്ലാഖ ഭീകരപ്രവർത്തനം ചെയ്തു എന്നതിന് തെളിവില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണം. ആ നിരീക്ഷണം സുപ്രീം കോടതിയും ശരിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഗൗതം നവലേഖ 4 വർഷമായി ജയിലിലാണ്, വിട്ടുതടങ്കലിലായിരുന്നു. അപ്പോൾ 20 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറയുമ്പോൾ പോലും നവലേഖ അത്തരത്തിൽ ഭീകരപ്രവർത്തനം നടത്തിയതിന് തെളിവില്ല എന്ന ബോംബെ ഹൈക്കോടതി വിധി ശരിവെക്കുന്നു. സുപ്രീം കോടതി നവലേഖയ്ക്ക് 4 വർഷത്തിന് ശേഷം ജാമ്യം. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറിക്കിയ നിലയിലാണ് മൃതദേഹം. എബിൻ ജോസ് ചേർന്ന വിവരങ്ങളുമായി. എബിൻ, സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? കൊലപാതക സാധ്യത പോലീസ് പറയുന്നുണ്ടോ? എബിൻ, കൊലപാതകം എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വീടിന്റെ പരിസരത്ത് പരിശോധന നടത്തുന്നുണ്ട്. വീടിന്റെ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പെൺകുട്ടിയെ ഇന്ന് രാവിലെ 10:45 കൂടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ അച്ഛനും അമ്മയുമാണ് ഉള്ളത്. ഇവർ രാവിലെ ജോലിക്ക് പോയിരുന്നു. അമ്മ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി തിരികെ വന്നപ്പോഴാണ് മുറിക്കുള്ളിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടി 2 വർഷം മുമ്പ് നടന്ന പോക്സോ കേസിലെ അതിജീവിതയാണ്. ഈ കേസിൽ വിചാരണ നടപടികളൊക്കെ പുരോഗമിക്കുന്ന ഘട്ടമാണ്. ഏതായാലും ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുമെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. ഗുരുതരമായ വാർത്തയാണ്. അതിജീവിതയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ബെൽറ്റ് മുറിക്കുന്ന നിലയിലാണ്. എന്താണ് അതിലെ ദുരൂഹത? അതിൽ കൊലപാതക സാധ്യത ഉണ്ടോ എന്നൊക്കെ പോലീസ് പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ. ആഘോഷിക്കുന്ന ഗുണ്ടകൾ. തൃശൂരിൽ ആവേശം സിനിമാ മോഡൽ പാർട്ടി നടത്തി ഗുണ്ടാ തലവൻ. ജയിൽ മോചിതനായ സന്തോഷത്തിൽ കൊലക്കേസ് പ്രതി അനൂപാണ് പാർട്ടി സംഘടിപ്പിച്ചത്. കൊടും ക്രിമിനലുകൾ അടക്കം 60ഓളം പേർ പങ്കെടുത്തു. പാർട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയുമാണ്. മുതൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസ് വിചാരണ തടവുകാരനായിരുന്നു അനൂപ്. കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു പാർട്ടി. തൃശൂർ കുറ്റൂരിലെ അനൂപിന്റെ വീടിന് സമീപത്തെ കോൾപ്പാട ശേഖരത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകൾ ഉൾപ്പെടെ 60 പേർ പങ്കെടുത്ത പാർട്ടി. കൂട്ടത്തിലൊരാൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ വീരാരാധന പരിവേഷത്തോടെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. തടവിൽ കഴിയുന്നതിനിടെയാണ് പിതാവ് മരിച്ചതെന്നും അന്ന് മരണാനന്തര ചടങ്ങുകൾ നടത്താനാകാത്തതിനാൽ
സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഭക്ഷണം ഒരുക്കുകയുമായിരുന്നുവെന്ന് ഗുണ്ടാ നേതാവ് അനൂപ് 24-നോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ മരിച്ചിട്ട് ഒരു കൊല്ലം 4-5 മാസമായി. അപ്പൊ ഞാൻ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു പരിപാടി നടത്താൻ പറ്റിയില്ലേ. വീഡിയോയിൽ കാണുന്ന നിങ്ങൾ മദ്യം കുപ്പി വന്നിട്ടുണ്ടായില്ല, അത് തൃശ്ശൂരിൽ നിന്ന് വെള്ളപ്പം മേടിച്ചതാണ്. 4 കൊലപാതക കേസുകളിലും കൊട്ടേഷൻ കേസുകളിലും പ്രതിയാണ് അനൂപ്. വിഷയത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. 24 തൃശൂർ. CPIM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4.76 കോടിയുടെ തട്ടിപ്പ് നടന്നു കണ്ടെത്തൽ. അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ ബാങ്ക് സെക്രട്ടറി കെ രതീശൻ സ്വർണ്ണ വായ്പ എടുത്തെന്നാണ് പരാതി. ഇയാൾക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. പ്രതിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. CPIM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണ്ണ വായ്പയെടുത്തു. പണയം വെച്ച സ്വർണം കടത്തിക്കൊണ്ടുപോയി. അപ്പെക്സ് ബാങ്ക് സൊസൈറ്റിക്ക് നൽകിയ പണം തട്ടിയെടുത്തു എന്നിങ്ങനെയാണ് പരാതി. സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ബാങ്ക് സെക്രട്ടറി കെ രതീശിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ മറ്റ് ജീവനക്കാർക്ക് പങ്കില്ലെന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്നുമാണ് CPIM നിലപാട്. നിക്ഷേപകർക്ക് പരിഭ്രാന്തിയില്ലാത്ത രൂപത്തിൽ അവർക്ക് പണം തിരിച്ചു കിട്ടുമെന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അപ്പോൾ പരമാവധി ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നഷ്ടപ്പെടില്ല, തിരിച്ചു പിടിക്കും, എന്തായാലും തിരിച്ചു പിടിക്കും. ഇനി ഏത് സാഹചര്യം അങ്ങനെ തിരിച്ചു പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നടപടി കൊടുക്കും. ബാങ്ക് സെക്രട്ടറിയെ കൂടാതെ തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. കേസെടുത്തതോടെ ഒളിവിൽ പോയ പ്രതി കർണാടകത്തിലുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം. 24 കാസർഗോഡ്. രഘുനന്ദൻ ചേട്ടൻ പറയാണ്, കോഴിക്കോട് മഞ്ഞപ്പിത്തം പിടിച്ച സ്ഥിതിക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന എല്ലായിടവും പരിശോധിക്കണമെന്ന് പറയുകയാണ്. കൊച്ചിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിൽ ഏത് രീതിയിലാണ് മഞ്ഞപ്പിത്തം പടരുന്നത് എന്നതിനെക്കുറിച്ച് ഗുരുതരമായ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അത് എന്താണ്, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും കടുത്ത ജാഗ്രത അതിൽ വേണം എന്ന കാര്യം പറയുകയാണ് ആരോഗ്യ പ്രവർത്തകർ. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കിഫ്ബി പൂട്ടുമെന്ന വെളിപ്പെടുത്തലുമായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ട്. പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് കിഫ്ബി തുടങ്ങിയതെന്നും ലക്ഷ്യം പൂർത്തീകരിക്കുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം ക്ഷേമ പെൻഷൻ നൽകാനുള്ള കമ്പനിയും നിർത്തലാക്കും. കിഫ്ബി സംസ്ഥാനത്തിന്റെ ബാധ്യതയാണെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടയിലാണ് ഈ വെളിപ്പെടുത്തൽ. ധനവകുപ്പിലെ ജോലിഭാരം സംബന്ധിച്ച പഠനം നടത്താനാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിനെ ചുമതലപ്പെടുത്തിയത്. ഇതിന്റെ റിപ്പോർട്ടിലാണ് കിഫ്ബിയും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന കമ്പനിയും നിർത്തലാക്കുമെന്ന് വ്യക്തമാക്കുന്നത്. കിഫ്ബി പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി രൂപീകരിച്ച കമ്പനിയാണ്. ലക്ഷ്യപൂർത്തീകരണത്തോടെ ഈ സംവിധാനം നിർത്തലാക്കും. അതിനാൽ വകുപ്പിന്റെ പ്രവൃത്തി പഠന പരിധിയിൽ നിന്ന് കിഫ്ബിയെയും ക്ഷേമ പെൻഷൻ നൽകാനുള്ള കമ്പനിയെയും ഒഴിവാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കിഫ്ബിക്ക് രൂപം നൽകിയത്. സ്കൂളുകൾ, ആശുപത്രികൾ അടക്കമുള്ളവയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചത് ഇതിലൂടെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ നിന്ന് കിഫ്ബിയെ ഒഴിവാക്കി. കിഫ്ബിയും ക്ഷേമ പെൻഷൻ കമ്പനിയും സംസ്ഥാനത്തിന്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് നിർത്തലാക്കുമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ ബാധ്യതയായി കേന്ദ്രം കണക്കാക്കുകയും കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ തുക കുറയ്ക്കുകയും ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മഴ കനക്കും എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങൾ പെയ്തുപോലല്ല, കുറച്ചുകൂടി വലിയ മഴ പല സ്ഥലങ്ങളിലും ഉണ്ടാകും എന്നതാണ് പ്രവചനം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. നാളെ മന്ത്രിസഭാ യോഗം ചേരും. മുഖ്യമന്ത്രി സിംഗപ്പൂരിൽ നിന്നും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി വിദേശത്തായിരുന്നതിനാൽ കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ചവാർത്താ യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.